മാർക്കറ്റിൻ്റെ കൂടുതൽ ടെക്നിക്കൽ ഡീറ്റെയിൽസും മറ്റ് അനാലിസിസുമായിട്ട് മൈഫിൻ്റെ ഇൻഹൗസ് എക്സ്പേർട്ടായിട്ടുള്ള പ്രദീപ് ചന്ദ്രശേഖരൻ സാർ ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. പ്രദീപ് സാർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു മാർക്കറ്റ് പ്ലസ്. മോർണിംഗ് നിഖിൽ, മോർണിംഗ് വ്യൂവേഴ്സ്. സർ, ആദ്യം തന്നെ ചോദിക്കാനായിട്ടുള്ളത് US മാർക്കറ്റുകളെ സംബന്ധിച്ചിടത്തോളമായിരുന്നു. ഒരു അവധിക്ക് ശേഷമുള്ള ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ US മാർക്കറ്റുകൾക്ക് പോസിറ്റീവായിട്ട് തന്നെ ഉള്ള ഒരു പ്രകടനം രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി നാസ്ഡാക്ക് ഇൻഡെക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ 1% മുകളിലുള്ള ഒരു നേട്ടമുണ്ടാകുന്നു. ടെക്നോളജി സ്റ്റോക്കുകളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രകടനമാണ് ഉണ്ടായിരിക്കുന്നത്. എന്താണ് US മാർക്കറ്റുകളെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു വ്യൂ? നിഖിൽ, അമേരിക്കൻ വിപണി നോക്കുമ്പോഴേക്കും ലോങ് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ്. എസ്പെഷ്യലി ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസ് നോക്കുമ്പോഴേക്കും ഇന്നലെ വീണ്ടും നമുക്കൊരു പുതിയ റെക്കോർഡ് ഓൾ ടൈം ഹൈ ആണ് നൽകിയിരിക്കുന്നത്. നമ്മൾ ഇന്നലെ ഇതേ ഫോറത്തിൽ ചൂണ്ടിക്കാണിച്ച ആദ്യത്തെ റെസിസ്റ്റൻസിൽ 53,100 പോയിന്റ് അത് ടെസ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആ ലെവലിൽ നിന്നും വീണ്ടും ഒരു 500 പോയിന്റിന്റെ നേട്ടമെങ്കിലും പ്രതീക്ഷിക്കാം. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ വെരി ഷോർട്ട് ടേം ട്രെൻഡ് നോക്കുമ്പോഴേക്കും സൈഡ് വൈസ് ആയിട്ടാണ് കാണുന്നത്. 30,000 പോയിന്റിന്റെ ആദ്യത്തെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തതിനാൽ ഷോർട്ട് ടേമിൽ നമുക്ക് അല്പം മൊമെന്റം കയറും. അതിനുശേഷമുള്ള 2 ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ്, ആദ്യത്തെ 30,400, അതിനുശേഷം 30,800. അടുത്തായിട്ട് കമ്മോഡിറ്റീസിനെ സംബന്ധിച്ചിടത്തോളമായിരുന്നു ചോദിക്കാനായിട്ടുള്ളത്. ബ്രെന്റ് ക്രൂഡ് നോക്കുകയാണെങ്കിൽ ഏകദേശം $72 എന്ന് പറയുന്ന ഒരു നിരക്കിലും WTI ക്രൂഡ് നോക്കുമ്പോൾ 69 എന്ന് പറയുന്ന ഒരു നിരക്കിലുമാണ് നിലവിൽ ഇപ്പോഴുള്ളത്. അതായത് ആ ഒരു യുദ്ധത്തിൻ്റെ ഒരു സമയത്തുണ്ടായിരുന്ന ഒരു വലിയ ഒരു ലെവലിൽ നിന്നൊക്കെ തന്നെ താഴോട്ട് വന്നിട്ടുണ്ട്. നിലവിൽ നോക്കുകയാണെങ്കിൽ പോസിറ്റീവായിട്ടുള്ള പല വാർത്തകൾ വരുന്നത് കൊണ്ട് തന്നെ ബ്രെന്റ് ക്രൂഡിൻ്റെ ഒക്കെ തന്നെ ഒരു പ്രകടനം എങ്ങനെയായിരിക്കും എന്നാണ് താങ്കൾ എക്സ്പെക്ട് ചെയ്യുന്നത്? ക്രൂഡ് ഓയിലിന്റെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ബെയറിഷ് ആയി തന്നെ തുടരുന്നു. ബട്ട് എക്സ്ട്രീം ഷോർട്ട് ടേം ചാർട്ട്സ് നോക്കുമ്പോഴേക്കും വളരെ ഓവർ സോൾഡ് ഒരു പൊസിഷനിലോട്ടാണ് ക്രൂഡ് നീങ്ങിയിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഷോർട്ട് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഷോർട്ട് പൊസിഷൻസ് വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കണം. ബട്ട് കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ എടുക്കാൻ ശ്രമിക്കരുത്. ഷോർട്ട് കവറിംഗ് നടക്കുന്ന സമയത്ത് WTI ക്രൂഡിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ റെസിസ്റ്റൻസ് $74 ആയിരിക്കും. അതായിട്ട് ഗോൾഡിലേക്കാണ് വരാനായിട്ടുള്ളത്. ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയൊക്കെ തന്നെ 4,000 എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ ലെവലൊക്കെ തന്നെ കൈവിട്ടതിന് ശേഷം നിലവിലെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ ഏകദേശം $4,138 പെർ ട്രോയ് ഔൺസ് എന്ന് പറഞ്ഞ ഒരു നിരക്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അതായത് US നിന്ന് വന്നിരുന്ന നോൺ ഫാം പേറോൾസ് ഡേറ്റയൊക്കെ തന്നെ അത്ര പോസിറ്റീവായിട്ടുള്ള ഒരു പ്രകടനം രേഖപ്പെടുത്താത്തത് കൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്കിനുള്ള ഒരു സാധ്യതയൊക്കെ തന്നെ നിലവിലിപ്പോൾ കുറഞ്ഞിരിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റിവിറ്റി നൽകുന്നത് ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. എന്നാലും ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഇപ്പോൾ എന്താണ് ചാർട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? സ്വർണത്തിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ബെയറിഷ് തന്നെ തുടരുന്നു. കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് കിട്ടിയ നേട്ടം ഇറ്റ് വാസ് ഓൺലി ഷോർട്ട് കവറിംഗ്. ഇത് ഒരിക്കലും നമ്മളൊരു ട്രെൻഡ് റിവേഴ്സൽ അല്ലെങ്കിൽ ബൈയിങ് അവസരമായിട്ട് ഉപയോഗിക്കരുത്. ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ സ്വർണത്തിന്റെ കേസിൽ $4,130 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. അതിൽ അങ്ങനെ ഒരു സെല്ലിംഗ് പ്രഷർ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ സപ്പോർട്ട് ലെവൽ 4,050 ആയിരിക്കും. 4,050 സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേമിൽ നമുക്കൊരു റിക്കവറി കാണാൻ സാധിക്കും. അടുത്തായിട്ട് ഇന്ത്യൻ രൂപയിലേക്കാണ് വരാനായിട്ടുള്ളത്. USD INR പെയർ നോക്കുകയാണെങ്കിൽ ഏകദേശം $90.38 എന്ന് പറഞ്ഞ ഒരു നിരക്കിലാണ് USD INR നിലനിൽക്കുന്നത്. രൂപയുടെ ഒരു മുൻപോട്ടുള്ള ഒരു ഗതി എങ്ങനെയായിരിക്കും ഇനി? ഇന്ത്യൻ റുപ്പി ലോങ് ടേം ട്രെൻഡ് നോക്കുമ്പോഴേക്കും വളരെ ബെയറിഷായി തന്നെ തുടരുന്നു. വളരെ മേജർ റെസിസ്റ്റൻസ് 92 രൂപയിൽ കാണുന്നുണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ലോങ് ടേം ട്രെൻഡ് ഓർ ലോങ് ടേം ഔട്ട്ലുക്ക് ഫോർ ഇന്ത്യൻ റുപ്പി ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ. ഷോർട്ട് ടേം നോക്കുമ്പോഴേക്കും കഴിഞ്ഞ 1-1.5 മാസമായിട്ട് ഒരു കൺസോൾട്ടേഷൻ കറക്ഷൻ ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യൻ റുപ്പിയുടെ കേസിൽ വീണ്ടും വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ US ഡോളറിലെ ഷോർട്ട് പൊസിഷൻസ് എടുക്കാൻ ശ്രമിക്കരുത്. ഇന്ത്യൻ റുപ്പിയുടെ ആദ്യത്തെ ഒരു സപ്പോർട്ടിൽ 96 ആയിരിക്കും. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ പിന്നെ വീണ്ടും നമുക്ക് വീക്ക്നെസ്സിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. അടുത്തായിട്ട് ഡൊമസ്റ്റിക് മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ അതിൽ തന്നെ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളമാണ് ചോദിക്കാനായിട്ടുള്ളത്. ഇന്നലത്തെ ഒരു ട്രേഡിംഗ് നോക്കുകയാണെങ്കിൽ ഏകദേശം 0.66% ഒരു നേട്ടം കൈവരിച്ചുകൊണ്ട് 24,430.35 എന്ന് പറഞ്ഞ നിരക്കിലാണ് നിഫ്റ്റി 50യിൽ ഒരു ക്ലോസിംഗ് ഉണ്ടായിരിക്കുന്നത്. നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം നിലവിൽ താങ്കളുടെ വ്യൂ എങ്ങനെയാണ്? നിഫ്റ്റി 50യുടെ കേസിൽ ലോങ് ടേം ട്രെൻഡിൽ ചേഞ്ചസ് ഒന്നുമില്ല. ലോങ് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി ബെയറിഷ്.
ബട്ട് ഷോർട്ട് ടേമിൽ നമുക്ക് സൈഡ് വേസ് ട്രെൻഡിൽ നിന്നും ഒരു ബുള്ളിഷ്നെസ് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. വരും സെഷൻസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസിൽ ആദ്യത്തെ 24,800 അതിനുശേഷം 24,900. 29,000 ആയിരിക്കും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ്. കാര്യം ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ലോങ് ടേം ട്രെൻഡ് തന്നെ ബുള്ളിഷായി മാറും. ഇൻസിഡന്റ്ലി പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട രണ്ട് ഇമ്പോർട്ടന്റ് ഫാക്ട്സ്. നിഫ്റ്റി 50 താഴോട്ട് ഡ്രാഗ് ചെയ്യുന്ന രണ്ട് മേജർ സ്റ്റോക്സ്, നമ്പർ 1 വാസ് HDFC ബാങ്ക്. ആൻഡ് HDFC ബാങ്കിന്റെ കേസിൽ ഞാൻ ഒത്തിരി ആഴ്ചകളായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു ദാറ്റ് റിസ്ക് ടു റിവാർഡ് റേഷ്യോ വളരെ ഫേവറബിൾ ആയിരുന്നു. സോ നമ്മൾ എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ ഇന്നലെ വലിയൊരു മുന്നേറ്റമായിരുന്നു HDFC ബാങ്കിൽ കാണാൻ സാധിച്ചത്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ടെന്ന് കൺഫേം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. HDFC ബാങ്കിന്റെ കേസിൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 890 രൂപ. ഇതിനോടൊപ്പം അണ്ടർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റ് മേജർ ഇൻഡെക്സ് ഹെവി വെയിറ്റേഴ്സ് റിലയൻസ് ഇൻഡസ്ട്രി. റിലയൻസ് ഇൻഡസ്ട്രിയുടെ കേസിലും ഇന്നലെ വളരെ പോസിറ്റീവായിട്ട് ഒരു ക്ലോസ് ആയിരുന്നു നടന്നത്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ബെയറിഷ് ട്രെൻഡ് സൈഡ് വേസ് ആയി മാറിയിട്ടുണ്ട്. റിലയൻസ് ഇൻഡസ്ട്രിയുടെ കേസിൽ ഇനി ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ റെസിസ്റ്റൻസ് 1350. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് ടേം ബുള്ളിഷായി മാറും. ബട്ട് മേജർ റെസിസ്റ്റൻസ് 1430 കാണുന്നത്. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താലേ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറത്തുള്ളൂ. അടുത്തായിട്ട് ബാങ്ക് നിഫ്റ്റിയിലേക്കായിരുന്നു വരാനായിട്ടുള്ളത്. താങ്കളിപ്പോൾ HDFC ബാങ്കിൻ്റെ ഒരു പ്രകടനം സൂചിപ്പിക്കുകയുണ്ടായി. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിലും ഏകദേശം 0.61% ഒരു നേട്ടമായിരുന്നു ഇന്നലെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ക്ലോസിംഗ് നോക്കുകയാണെങ്കിൽ 58,291.50 എന്ന നിരക്കിലാണ് ബാങ്ക് നിഫ്റ്റിയിലെ ഒരു ക്ലോസിംഗും ഉണ്ടായിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബാങ്കുകളൊക്കെ തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ബിസിനസ് അപ്ഡേറ്റ് ഒക്കെ തന്നെ പങ്കുവയ്ക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പോസിറ്റീവ് മൊമെൻറ്റം ഇനി തുടരും എന്ന് കരുതാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും. സോ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നിഫ്റ്റി 50 അപേക്ഷിച്ച് നമുക്ക് ഔട്ട് പെർഫോമൻസ് കാണാൻ സാധിക്കുന്നത്. ഓൾറെഡി ജൂൺ മാസത്തിൽ ഷോർട്ട് ടേം ബെയറിഷ് ട്രെൻഡ് റിവേഴ്സ് ചെയ്ത് ബുള്ളിഷായി മാറിയിരുന്നു. ആൻഡ് കഴിഞ്ഞ ഒരു 10 ട്രേഡിംഗ് സെഷൻസ് നോക്കുമ്പോഴേക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 58,000 പോയിന്റിലായിരുന്നു കൺസോൾട്ടേഷൻ നടന്നത്. അണ്ടർ ടോൺ ബുള്ളിഷായി മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ബാങ്കിങ് സ്റ്റോക്സിൽ നമുക്ക് പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ഒത്തിരി അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഏത് ബാങ്കിങ് സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ചൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഒരു പ്രോക്സിയിലോട്ട് മാറാൻ സാധിക്കും. ദാറ്റ് ഈസ് ദ ബാങ്ക് ബി. ദാറ്റ് ഈസ് ആൻ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്. ആൻഡ് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ആദ്യത്തെ ഒരു മേജർ റെസിസ്റ്റൻസ് 58,950 പോയിന്റ്. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 59,500, 60,800, 61,700, 62,700. സോ ആസ് ഇൻവെസ്റ്റേഴ്സ് നമ്മൾ ഈ ഒരു അവസരം പാഴാക്കരുത്. അതായത് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ ആദ്യം ചോദിക്കാനായിട്ടുള്ളത് ടൈറ്റൻ കമ്പനിയെ സംബന്ധിച്ചിടത്തോളമാണ്. ടൈറ്റൻ കമ്പനി ഈ ഒരു 2027 സാമ്പത്തിക വർഷത്തിലെ ഒന്നാം പാദത്തിൻ്റെ ബിസിനസ് അപ്ഡേറ്റ് നിലവിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കമ്പനിയുടെ ഒരു ഡൊമസ്റ്റിക് ബിസിനസ് നോക്കുമ്പോൾ ഏകദേശം 37% വളർച്ചയുണ്ടായിരിക്കുന്നു എന്നാണ് എക്സ്ചേഞ്ച് ഫയലിംഗിൽ അറിയിച്ചിരിക്കുന്നത്. ഇൻ്റർനാഷണൽ ബിസിനസ് 128%, കൺസ്യൂമർ ബിസിനസ് 41%, വാച്ച് ബിസിനസ് ആയാലും ഐ കെയർ സെഗ്മെൻ്റ് ആയാലും ഒക്കെ തന്നെ വളർച്ച രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചു എന്നൊരു പോസിറ്റീവ് എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ളൊരു ബിസിനസ് അപ്ഡേറ്റ് തന്നെയാണ് നിലവിൽ ഇപ്പോൾ ടൈറ്റൻ എന്തായാലും പുറത്തുവിട്ടിരിക്കുന്നത്. സാർ, ഈ ഒരു ഓഹരിയുടെ ടെക്നിക്കൽ സൈഡിലേക്ക് വരികയാണെങ്കിൽ ടൈറ്റനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ടൈറ്റന്റെ കേസിൽ നിഫ്റ്റി 50 അപേക്ഷിച്ച് ഔട്ട് പെർഫോമൻസ് കഴിഞ്ഞ ഒത്തിരി മാസങ്ങളായിട്ട് കാണുന്നത്. ആൻഡ് ഇൻട്രസ്റ്റിംഗ്ലി ടൈറ്റന്റെ കേസിൽ കഴിഞ്ഞ ഒരു 1.5 മാസമായിട്ട് നമുക്ക് വളരെ അത്യാവശ്യമായിരുന്നു ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കൺസോൾട്ടേഷൻ ആയിരുന്നു നടന്നു വന്നത്. ആ ഒരു കൺസോൾട്ടേഷന്റെ അവസാനത്തെ ഒരു ഫേസിലോട്ട് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തന്നെ നമുക്ക് പുതിയ പൊസിഷൻ എടുക്കാൻ സാധിക്കും. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 4,600 രൂപയിലായിരിക്കും. ഏകദേശം ആ ഒരു ലെവലിലാണ് നിലവിലുള്ള ഓൾ ടൈം ഹൈ നിൽക്കുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ചുരുങ്ങിയത് ഒരു 100 രൂപയുടെ നേട്ടമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് കാപ്രി ഗ്ലോബലിനെ സംബന്ധിച്ചിടത്തോളമായിരുന്നു ചോദിക്കാനായിട്ടുള്ളത്. കാപ്രി ഗ്ലോബലിൻ്റെ ഇന്നലത്തെ ഒരു പെർഫോമൻസ് നോക്കുമ്പോൾ ഏകദേശം 3.64% ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഒരു മുന്നേറ്റം തുടരുന്നതായിട്ട് തന്നെയാണ് വ്യക്തമാകുന്നത്. 242.38 എന്നതായിരുന്നു ഒരു ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് ആയിട്ടും കാണാൻ സാധിക്കുന്നത്. കാപ്രി ഗ്ലോബലിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു വ്യൂ പറയാമോ?
The Capri Global is a small cap stock and ഈ ഒരു കമ്പനിയുടെ പെർഫോമൻസ് നോക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും ഏപ്രിൽ മാസത്തിന് ശേഷം നമുക്ക് ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കുന്നത്. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. 230 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഹൗവർ കറന്റ് ലെവൽസിൽ പുതിയ പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. അടുത്തായിട്ട് IFCIനെ സംബന്ധിച്ചിടത്തോളമായിരുന്നു ചോദിക്കാനായിട്ടുള്ളത്. IFCIയെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ഏകദേശം 1% ഇടിവായിരുന്നു ഉണ്ടായിരുന്നത്. 75 രൂപ 12 പൈസ എന്ന് പറഞ്ഞൊരു നിരക്കിലുമാണ് ക്ലോസിംഗ് ഉണ്ടായിരിക്കുന്നത്. ഒരു തുടർച്ചയായിട്ടുള്ള ഒരു ഡൗൺവേർഡ് ട്രെൻഡ് തുടരുന്നതായിട്ടാണ് നിലവിലിപ്പോൾ IFCIയുടെ ചാർട്ട് വ്യക്തമാക്കുന്നത്. ഈ ഒരു ഓഹരിയിലുള്ള ഒരു വ്യൂ എന്താണ്? IFCI is a small cap stock. ഒത്തിരി വോളറ്റിലിറ്റി നൽകുന്ന ഒരു സ്റ്റോക്ക് IFCI. IFCIയുടെ കേസിൽ നമ്മൾ ഏപ്രിൽ മാസത്തിന് ശേഷമുള്ള ഒരു പെർഫോമൻസ് നോക്കുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഒരു 100% നേട്ടമായിരുന്നു ജൂൺ മിഡിലോടെ നമുക്ക് നൽകിയത്. അതിനുശേഷം വളരെ ഹെൽത്തി ആയിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നു. നമ്മൾ ഈ ഒരു കമ്പനിയിൽ ഒരു മൊമെന്റം പ്ലേക്ക് വേണ്ടി ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 69-71 ഈ ഒരു റേഞ്ചിലുള്ള സപ്പോർട്ട് നിലനിർത്താൻ സാധിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ലോ റിസ്ക് ബൈങ് ഓപ്പർച്യൂണിറ്റി ലഭിക്കും. അതായത് ട്രെൻഡിലേക്കായിരുന്നു വരാനായിട്ടുള്ളത്. ട്രെൻഡിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് അപ്ഡേറ്റ് നിലവിലിപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. കമ്പനിയുടെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ സ്റ്റാൻഡ് അലോൺ റവന്യൂ ഏകദേശം 19% വർധനവോടുകൂടി 5666 കോടി രൂപയിലെത്തിയിരിക്കുന്നു. കൂടാതെ മറ്റ് സ്റ്റോർ എഡീഷൻസ് നോക്കുകയാണെങ്കിൽ വെസ്റ്റ് സൈഡിൻ്റെ ഒരു സ്റ്റോറും 19 സ്റ്റുഡിയോ സ്റ്റോഴ്സുമാണ് വന്നിട്ടുള്ളത്. 2026 ജൂണിലെ ഒരു കണക്ക് പ്രകാരം 1312 സ്റ്റോറുകൾ പൊതുവെ കമ്പനിക്ക് ഉണ്ട് എന്നുള്ളൊരു കണക്കാണ് നിലവിലിപ്പോൾ എക്സ്ചേഞ്ച് ഫയലിംഗിൽ നിലവിലിപ്പോൾ ട്രെൻഡ് അറിയിച്ചിരിക്കുന്നത്. ട്രെൻഡിനെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോഴുള്ള ഒരു വ്യൂ പങ്കുവെക്കാമോ? ട്രെൻഡിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ട് ബുള്ളിഷായി തന്നെ തുടരുന്നു. നമുക്ക് ബ്രേക്ക് ഔട്ട് കൺഫേം ചെയ്യാൻ സാധിച്ചത് ജൂൺ തുടക്കത്തിൽ തന്നെ ആയിരുന്നു. സോ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ഒരു വീക്ക്നെസ്സും ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. ഹൗവർ റിസ്ക് ടു റിവാർഡ് റേഷ്യോ വളരെ ഫേവറബിൾ അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ മാത്രം കറന്റ് ലെവൽസിൽ പൊസിഷൻ ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അതർവൈസ് മൊമെന്റം പ്ലേക്ക് ആണെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 3420 രൂപ. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 3480, 3560. അടുത്തായിട്ട് ക്യൂപ്പിഡിലേക്കായിരുന്നു വരാനായിട്ടുള്ളത്. ക്യൂപ്പിഡ് ലിമിറ്റഡിൻ്റെ ഒരു പെർഫോമൻസ് നോക്കുമ്പോൾ അവസാന ദിനത്തിൽ ഏകദേശം 7% മുകളിലുള്ള ഒരു നേട്ടമായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഓഹരി നോക്കുകയാണെങ്കിൽ ഏകദേശം മെയ് 20 മുതലൊക്കെ തന്നെയുള്ള ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ തുടർച്ചയായിട്ടുള്ള ഒരു അപ്വേർഡ് പെർഫോമൻസ് ആയിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. എന്താണ് ഈ ഒരു ഓഹരിയെ സംബന്ധിച്ചിടത്തോളം പങ്കുവയ്ക്കാനായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ്? Cupid is again a small cap stock, but നമുക്ക് മാർച്ച് മാസം മുതൽ തന്നെയുള്ള ബൈയിങ് ഇൻട്രസ്റ്റ് കാണുമ്പോഴേക്കും വളരെ ശക്തമായിട്ടൊരു മൂവ്മെന്റ് കാണാൻ സാധിക്കുന്നത്. കറന്റ് ലെവൽസിൽ നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി പുതിയ പൊസിഷൻ എടുക്കാൻ സാധിക്കത്തില്ല. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 198 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. നിക്കലിലോട്ട് വരുന്നതിന് മുൻപ് പ്രേക്ഷകരുടെ ശ്രദ്ധ 2 ഫാർമസ്യൂട്ടിക്കൽ സ്റ്റോക്സിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ദ ഫസ്റ്റ് വൺ ഇസ് സിപ്ല. സിപ്ലയുടെ കേസിൽ കൺഫേം ചെയ്യാൻ സാധിക്കുന്നത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. നമുക്കൊരു കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തന്നെ പുതിയ പൊസിഷൻ എടുക്കാൻ സാധിക്കും. 1438 നമ്മൾ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് 1490, അതിനുശേഷം 1525, 1540, 1560, ഫൈനലി 1600. സെക്കൻഡ് ഒരു ഫാർമ സ്റ്റോക്ക് ഇസ് മോർട്ടൺ ലാബ്. ആൻഡ് മോർട്ടൺ ലാബിന്റെ കേസിലും നമുക്ക് ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കുന്നത്. ഒരു ചെറിയൊരു കറക്ഷന് ശേഷം ഇന്നലെ വീണ്ടും നമുക്ക് ഈ സ്റ്റോക്കിൽ ബൈയിങ് ഇൻട്രസ്റ്റ് കാണാനിടയായി. ദിസ് ഇസ് അഗെയിൻ എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ആൻഡ് നമ്മൾ പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 58 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ ഹേർഡിൽ 63 രൂപ 50 പൈസ, അതിനുശേഷം 66 രൂപ, 67 രൂപ, 70 രൂപ. And finally, as a value investing stock, Glaxo. Glaxo വന്നിട്ട് ഇറ്റ്സ് എ മൾട്ടിനാഷണൽ കമ്പനി. വലിയൊരു കറക്ഷന് ശേഷം നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഈ സ്റ്റോക്കിൽ ഫോം ചെയ്തതായിട്ട് കാണുന്നത്. സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 2470. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോങ് ടേം ട്രെൻഡ് തന്നെ ബുള്ളിഷായി മാറും.
അടുത്തായിട്ട് ഹെൽത്ത് കെയർ മേഖലയിൽ നിന്നുള്ള ഒരു ഓഹരിയെ സംബന്ധിച്ചിടത്തോളമായിരുന്നു ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയറിനെ സംബന്ധിച്ചിടത്തോളമാണ് ചോദിക്കാനായിട്ടുള്ളത്. ഇന്നലെ ഒരു കറക്ഷൻ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രകടനമായിരുന്നു ആസ്റ്റർ ഡി എമ്മിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. 791.55 എന്ന് പറഞ്ഞ നിരക്കിലാണ് ആസ്റ്റർ ഡി എമ്മിൻ്റെ ഒരു ക്ലോസിംഗ് ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ഈ ഒരു ഓഹരിയെ സംബന്ധിച്ചിടത്തോളം ഹെൽത്ത് കെയർ മേഖലയെ സംബന്ധിച്ചിടത്തോളമുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ആസ്റ്റർ ഡി എമ്മിന്റെ കേസിൽ ആക്ച്വലി നമുക്ക് ഏപ്രിൽ മാസം മുതൽ കണ്ടിന്യൂസ് ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നത്. ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുമുണ്ട്. നമ്മൾ ജൂൺ തുടക്കം മുതൽ തന്നെ ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത് ഇറ്റ് ഈസ് ബൗട്ട് ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ് കൺസോൾട്ടേഷൻ. വളരെ ഹെൽത്തി ആയിട്ട് ആ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നത്. നമ്മൾ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തന്നെ പുതിയ പൊസിഷൻ എടുക്കാൻ ശ്രമിക്കാം. അതിന് എടുക്കുന്നുണ്ടെങ്കിൽ 735 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അടുത്തായിട്ട് ഗബ്രിയൽ ഇന്ത്യയിലേക്കാണ് വരാനായിട്ടുള്ളത്. ഗബ്രിയൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 3.5% ഒരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഒരു തുടർച്ചയായിട്ടുള്ള ഒരു നേട്ടത്തിന് ശേഷം ഒരു കൺസോൾട്ടേറ്ററി ഫേസിന് ശേഷമാണ് നിലവിൽ ഇപ്പോൾ ഗബ്രിയൽ ഇന്ത്യ ഏകദേശം 3.5% ഒരു നേട്ടം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു ഓഹരിയിലുള്ള ഒരു വ്യൂ എന്താണ്? ഗബ്രിയൽ ഇന്ത്യയുടെ കേസിൽ നമുക്ക് ബ്രേക്ക് ഔട്ട് ലഭിച്ച ജൂൺ തുടക്കത്തിലായിരുന്നു. അണ്ടർടോൺ ഇസ് എക്സ്ട്രീംലി ബുള്ളിഷ്. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തന്നെ നമുക്ക് പുതിയ പൊസിഷൻ എടുക്കാൻ സാധിക്കും. നമ്മൾ അങ്ങനെ പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 1295 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ആൻഡ് ഇൻസിഡന്റ്ലി നിക്കലിലോട്ട് വരുന്നതിന് മുൻപ് നമുക്ക് മറ്റൊരു ഗ്ലോബൽ കമ്പനി ശ്രദ്ധിക്കാവുന്നത് ഇറ്റ് ഇസ് കാസ്ട്രോൾ ഇന്ത്യ. കാസ്ട്രോളിന്റെ കേസിൽ നിലവിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയി തുടരുന്നു. ഈ കേസിൽ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട റെസിസ്റ്റൻസ് 190 രൂപ. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വലിയൊരു അപ്സൈഡ് എനിക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. അതിനോടൊപ്പം നമുക്ക് ശ്രദ്ധിക്കാവുന്ന മറ്റൊരു സ്റ്റോക്ക് ഗൾഫ് ഓയിൽ ലൂബ്രിക്കൻസ്. വളരെ ലോ റിസ്ക് ഉള്ള ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഈ സ്റ്റോക്കിൽ ഫോം ആയിരിക്കുന്നത്. കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തന്നെ പുതിയ പൊസിഷൻ എടുക്കാൻ സാധിക്കും. അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ 1018 രൂപയിലായിരിക്കാം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അടുത്തായിട്ട് ആസാദ് എഞ്ചിനീയറിങ്ങിനേക്കാണ് വരാനായിട്ടുള്ളത്. ആസാദ് എഞ്ചിനീയറിംഗ് നോക്കുകയാണെങ്കിൽ ഏകദേശം 4.5% മുകളിലുള്ള ഒരു നേട്ടം. കൃത്യമായി പറയുകയാണെങ്കിൽ 4.53% ഒരു നേട്ടമാണ് ആസാദ് എഞ്ചിനീയറിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കമ്പനിയുടെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ ഏകദേശം കൃത്യമായി പറഞ്ഞാൽ ഒരു മാർച്ച് 24 ശേഷം വളരെ ഷാർപ്പായിട്ടുള്ള ഒരു അപ്വേർഡ് ട്രെൻഡ് തന്നെയായിരുന്നു ആസാദിൽ ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു ഓഹരിയെ സംബന്ധിച്ചിടത്തോളമുള്ള താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ്? See, Asad is a small cap stock, a long and short term trend at the moment, sideways ആയിട്ട് കാണുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ നിലനിർത്താൻ സാധിക്കും. 1920 സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്തത്. സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 2370 രൂപ. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ വലിയൊരു അപ്സൈഡ് ഈ സ്റ്റോക്കിൽ കാണുന്നത്. നമുക്ക് ഇൻസിഡന്റ്ലി ഒരു സമയത്ത് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഇറ്റ് ഈസ് സം ഓഫ് ദി ഡിഫൻസ് സ്റ്റോക്സ്. ഇതിൽ എടുത്തു പറയാനുള്ള 2-3 സ്റ്റോക്സ് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ്. ഇത് നമ്മൾ ഒത്തിരി നാളുകളായിട്ട് ട്രാക്ക് ചെയ്യുന്ന ഒരു സ്റ്റോക്ക്. ആൻഡ് നമ്മൾ ഇന്നത്തെ ട്രേഡിൽ ശ്രദ്ധിക്കേണ്ട റെസിസ്റ്റൻസ് 2840, ഇമ്മീഡിയറ്റ് സപ്പോർട്ട് 2520. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേമിൽ നമുക്ക് ഒത്തിരി ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കും. മാസഗോൺ ഡോക്കിന്റെ കേസിൽ വളരെ ലോ റിസ്ക് ബുള്ളിഷ് സെറ്റപ്പ് ഫോം ആയിരിക്കുന്നത്. 2610 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ വലിയൊരു അപ്സൈഡ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. മറ്റൊരു സ്റ്റോക്ക് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്. വളരെ സിമിലർ പാറ്റേൺ. ഈ ഒരു കേസിൽ ശ്രദ്ധിക്കേണ്ട റെസിസ്റ്റൻസ് 4560. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു അപ്സൈഡ് ഈ സ്റ്റോക്കിലും കാണാൻ സാധിക്കും. ഫൈനലി ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ്. ഈ ഒരു കേസിലും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയി മാറിയിട്ടുണ്ട്. ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 1890. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ വലിയൊരു അപ്സൈഡ് ഈ സ്റ്റോക്കിലും എക്സ്പെക്ട് ചെയ്യാം. അടുത്തായിട്ട് ജൂബിലൻ ഫുഡ് വർക്സിലേക്കാണ് വരാനായിട്ടുള്ളത്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം Q1 ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. കമ്പനിയുടെ ഒരു കൺസോൾഡേറ്റഡ് റവന്യൂ ഏകദേശം 14% വളർച്ച രേഖപ്പെടുന്നു. സ്റ്റാൻഡ് അലോൺ റവന്യൂ 9.2% ഒരു വളർച്ചയും രേഖപ്പെടുന്നു. ആകെ ഒരു കപ്പാസിറ്റി അഡീഷൻ അല്ലെങ്കിൽ സ്റ്റോർ അഡീഷൻ നോക്കുകയാണെങ്കിൽ 76 സ്റ്റോറുകളാണ് പുതുതായിട്ട് തുടർന്നിരിക്കുന്നത് എന്നൊരു വാർത്ത കൂടിയാണ് പുറത്തു വന്നിരിക്കുന്നത്. ജൂബിലൻ ഫുഡ് വർക്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ജൂബിലന്റെ കേസിൽ നിലവിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ഇതിന്റെ ബോട്ടം ആക്ച്വലി കണ്ടു എന്ന് കൺഫേം ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ തൽക്കാലം പുതിയ പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക.
അതായത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലേക്കാണ് വരാനായിട്ടുള്ളത്. ഏകദേശം 0.5% ഒരു ഇടിവായിരുന്നു IOBയെ സംബന്ധിച്ചിടത്തോളം അവസാന ദിവസത്തിൽ ഉണ്ടായിരിക്കുന്നത്. നിലവിലിപ്പോൾ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം PSU ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു വ്യൂ പോയിന്റ് ഒന്ന് പങ്കുവെക്കാമോ? നമ്മൾ PSU ബാങ്ക്സിലോട്ട് വരുന്നതിന് മുൻപ് നമുക്ക് PSU ബാങ്ക് ഇൻഡെക്സ് ഒന്ന് പരിശോധിച്ച് നോക്കാം. ആക്ച്വലി നമ്മൾ ജൂൺ മാസത്തിന് ശേഷമുള്ള ഒരു പെർഫോമൻസ് നോക്കുമ്പോഴേക്കും PSU ബാങ്ക് ഇൻഡെക്സിൽ നിഫ്റ്റി 50 ആൻഡ് നിഫ്റ്റി ബാങ്കിനെ അപേക്ഷിച്ച് നമുക്ക് ഔട്ട് പെർഫോമൻസ് ആയിരുന്നു കാണാൻ സാധിച്ചത്. ബട്ട് കഴിഞ്ഞ 10 ട്രേഡിംഗ് സെഷൻസിലെ പാറ്റേൺ നോക്കുമ്പോഴേക്കും ഒരു അല്പം വീക്ക്നെസ് വന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ PSU ബാങ്ക് ഇൻഡെക്സിൽ ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് സപ്പോർട്ട് ലെവൽ 8250 പോയിന്റ് ആയിരിക്കും. ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇൻഡെക്സിൽ റിക്കവറി കാണാൻ സാധിക്കും. ആ ഒരു റിക്കവറി കൺഫേം ചെയ്യാൻ സാധിക്കണമെങ്കിൽ 8600 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. നമുക്ക് PSU ബാങ്ക് സ്റ്റോക്സിൽ പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോമായി വരുന്നത് ഇറ്റ് ഇസ് ഇൻ ദ കേസ് ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസിൽ 1062 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം എങ്കിലേ ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കത്തുള്ളൂ. ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1000 രൂപയിലായിരിക്കാം സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സ്പെസിഫിക്കലി IOBയുടെ കേസ് എടുക്കുമ്പോഴേക്കും അറ്റ് ദ മൊമെന്റ് ലോങ് ടേം ട്രെൻഡ് ഇസ് ബെയറിഷ്, ഷോർട്ട് ടേം സൈഡ്വേസ് ആയി മാറിയിട്ടുണ്ട്. നമുക്കൊരു ബൈയിങ് ട്രിഗർ ലഭിക്കണമെങ്കിൽ ആദ്യം തന്നെ 35 അതിനുശേഷം 36 റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യണം. ഈ ഒരു സ്റ്റോക്ക് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് ഇതിനോടൊപ്പം പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കും ശ്രദ്ധിക്കണം. ഈ ഒരു കേസിൽ 26 27 ആയിരിക്കും ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. യൂക്കോ ബാങ്കിന്റെ കേസിൽ വളരെ സിമിലർ പാറ്റേൺ. ഈ കേസിൽ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ റെസിസ്റ്റൻസ് 27 രൂപ 50 പൈസയും അതിനുശേഷം 28 രൂപ 50 പൈസ. അതായത് ഏഷ്യൻ പെയിൻസിലേക്കാണ് വരാനായിട്ടുള്ളത്. ഏഷ്യൻ പെയിൻസ് നോക്കുകയാണെങ്കിൽ ഏകദേശം 0.62% ഒരു നേട്ടമാണ് ഏഷ്യൻ പെയിൻസിൽ ഉണ്ടായിരിക്കുന്നത്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ഹെഡ്വിൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർദ്ധിച്ചു വരുന്ന ക്രൂഡ് പ്രൈസ് ആയിരുന്നു. നിലവിൽ ആ ഒരു വെല്ലുവിളി നിലവിലെ ഏഷ്യൻ പെയിൻസിനെ സംബന്ധിച്ചിടത്തോളം അകർന്നിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നിലവിൽ ഏഷ്യൻ പെയിൻസിലുള്ള ഒരു വ്യൂ ഏതാണ്? എസ്പെഷ്യലി വാച്ച് ചെയ്യേണ്ട ക്രിട്ടിക്കൽ ആയിട്ടുള്ള ലെവലുകൾ ഏതൊക്കെയായിരിക്കും? ഏഷ്യൻ പെയിന്റ്സിന്റെ കേസിൽ ഒത്തിരി മാസങ്ങൾക്ക് ശേഷം നമുക്ക് അണ്ടർടോൺ ബുള്ളിഷായി മാറുന്നു എന്ന് കൺഫേം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് വാല്യൂ സ്റ്റോക്ക്. കറന്റ് ലെവൽസിൽ തന്നെ നമുക്ക് പുതിയ പൊസിഷൻ എടുക്കാൻ സാധിക്കും. അങ്ങനെ പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 2600 സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് 2860 ആയിരിക്കും. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 2900 രൂപയിലാണ് കാണുന്നത്. അടുത്തായിട്ട് അശോക് ലെയ്ലൻഡിനെ സംബന്ധിച്ചിടത്തോളമാണ് ചോദിക്കാനായിട്ടുള്ളത്. ഏകദേശം 1% ഒരു നേട്ടമാണ് അശോക് ലെയ്ലൻഡ് ഇന്നലെ രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത്. 166.12 എന്നതായിരുന്നു ഒരു ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ്. ഈ ഒരു ഓഹരിയിൽ ഇനിയിപ്പോൾ വാച്ച് ചെയ്യേണ്ട ഇമ്പോർട്ടൻറ്റ് ലെവലുകൾ ഏതൊക്കെയായിരിക്കും? അശോക് ലെയ്ലൻഡിന്റെ കേസിൽ വലിയൊരു കറക്ഷന് ശേഷം നമുക്ക് ജൂൺ മാസം മുതൽ വീണ്ടും ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നു എന്ന് കൺഫേം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. കാര്യം ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ്വേസ് ആയി മാറിയിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട സപ്പോർട്ട് 149 രൂപ, ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 171. 171 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ വലിയൊരു അപ്സൈഡ് ആയി സ്റ്റോക്കിൽ കാണുന്നത്. ഇൻസിഡന്റ്ലി ഈ ഒരു സ്റ്റോക്ക് സ്റ്റഡി ചെയ്യുന്നതോടൊപ്പം നമുക്ക് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയിലും ശ്രദ്ധ കൊടുക്കാൻ സാധിക്കും. M&Mന്റെ കേസിലും നമുക്ക് കൺഫേം ചെയ്യാൻ സാധിക്കുന്നത് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ലോങ് ടേം ട്രെൻഡ് സ്റ്റിൽ ബെയറിഷ്. ബട്ട് എനിക്ക് തോന്നുന്നത് താമസിക്കാതെ ലോങ് ടേം ട്രെൻഡിൽ നമുക്ക് ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കും. മാരുതിയുടെ കേസിലും വളരെ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോമായി വരുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ആയിട്ട് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 14720 രൂപ. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വലിയൊരു അപ്സൈഡാണ് കാണുന്നത്. ഫൈനലി ഫോഴ്സ് മോട്ടോഴ്സിന്റെ കേസിൽ അഗെയിൻ കൺഫേം ചെയ്യാൻ സാധിക്കുന്നത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ്വേസ് ആയി മാറിയിട്ടുണ്ട്. 19,650 രൂപയായിരിക്കും ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. അടുത്തായിട്ട് സെൻസാർ ടെക്നോളജീസിലേക്കാണ് വരാനായിട്ടുള്ളത്. അവസാനത്തെ ഒരു ദിവസത്തിലെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ ഏകദേശം 7% മുകളിലുള്ള ഒരു ഇടിവായിരുന്നു സെൻസാർ ടെക്നോളജീസിൽ ഉണ്ടായിരുന്നത്. എന്താണ് സെൻസാർ ടെക്നോളജീസിൽ നടക്കുന്നത്? സെൻസാറിന്റെ കേസിൽ അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ കണ്ടിരിക്കുന്ന നേട്ടം ഇറ്റ് ഇസ് ഓൺലി ഷോർട്ട് കവറിംഗ്. ഇത് ഒരിക്കലും നമ്മൾ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഉപയോഗിക്കരുത്. നമുക്ക് ഇത്തരം സ്റ്റോക്സിൽ ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ആഴ്ചയൊക്കെ ചൂണ്ടിക്കാണിച്ച വൺ മേജർ സ്റ്റോക്ക് ഇസ് ഡിക്സൺ ടെക്നോളജി.
ഡിക്സന്റെ കേസിൽ ഇന്നലെ വലിയൊരു ബൈങ് ട്രിഗറായിരുന്നു നമുക്ക് ലഭിച്ചത്. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ വീണ്ടും പൊസിഷൻ എടുക്കുക. അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ 11,580 രൂപയിലായിരിക്കാം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അതായത് അപ്പോളോ മൈക്രോ സിസ്റ്റംസിനെ സംബന്ധിച്ചിടത്തോളമാണ് ചോദിക്കാനായിട്ടുള്ളത്. എന്താണ് ഈ ഒരു ഡിഫൻസ് ഓഹരിയെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വാച്ച് ചെയ്തിരിക്കേണ്ട ലെവലുകൾ? അപ്പോളോ മൈക്രോ സിസ്റ്റം അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും കഴിഞ്ഞ ഒരു മാസമായിട്ട് നമുക്ക് കൺസോൾട്ടേഷൻ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 410 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. അടുത്തായിട്ട് വരുൺ ബെവറേജസിലേക്കാണ് വരാനായിട്ടുള്ളത്. വരുൺ ബെവറേജസിനെ സംബന്ധിച്ചിടത്തോളം കമ്പനി നിലവിൽ ഇപ്പോൾ കെനിയയിൽ പുതിയൊരു കമ്പനി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കരാർ സൈൻ ചെയ്തു എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നു. ഏകദേശം 305 കോടി രൂപ മൂല്യമുള്ള ഒരു കരാറാണ് സൈൻ ചെയ്തിരിക്കുന്നത് എന്നൊരു വാർത്തയാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വരുൺ ബെവറേജസിൽ നിലവിലുള്ള താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ്? വരുണിന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ട് കാണുന്നത്. ബട്ട് എസ്പെഷ്യലി ഒരു കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഒരു നേരിയ സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 470 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. പുതിയ പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. താങ്ക് യു സോ മച്ച് പ്രദീപ് സർ, മാർക്കറ്റിൻ്റെ ഇത്രയും ഡീറ്റെയിൽസ് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് പങ്കുവച്ചതിനാണ്. താങ്ക് യു നിഖിൽ. നമ്മുടെ ഇന്നത്തെ ഒരു മാർക്കറ്റ് പ്ലസിൻ്റെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം, ഇന്നിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഓഹരിയെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ ഏതൊരു നിക്ഷേപ തീരുമാനവും സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറിൻ്റെ സഹായത്തിലും ശിക്ഷണത്തിലും മാത്രം നടപ്പാക്കുക. അടുത്തതായിട്ടുള്ള നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് മാർക്കറ്റ് സ്ക്രീനറാണ്. മാർക്കറ്റ് സ്ക്രീനറുമായിട്ട് മുഹമ്മദ് സഫാൻ അല്പസമയത്തിനകം എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.